ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഈ സൈഡിലത്തെ ആ ഡോർ ഭാഗം അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കാറില്ല. അവിടെ അഴുക്കും പൂപ്പലും ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അഴുക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലും ഫ്രിഡ്ജ് നന്നായിട്ട് അടയോ നന്നായിട്ട് കൂളിംഗ് കിട്ടുകയോ ചെയ്യത്തില്ല. നമ്മുടെ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കേടായി പോകാൻ ചാൻസ് കൂടുതലാണ്. അന്നേരം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനം കുറച്ച് ബേക്കിംഗ് സോഡയാണേ. ആവശ്യത്തിന് ബേക്കിംഗ് സോഡ എടുക്കാം. പിന്നെ എന്തെങ്കിലും ലിക്വിഡ്, പാത്രം കഴുകുന്നതോ ഷാമ്പുവോ എന്താണ് നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഡ്രസ്സൊക്കെ അലക്കുന്ന ആ ഒരു ലിക്വിഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അന്നേരം നന്നായിട്ട് എക്സോഡോ ലിക്വിഡോ എന്താണെന്ന് വെച്ചാൽ അത് മതി. അന്നേരം നമുക്കതൊന്ന് മിക്സ് വേണമെന്നുണ്ടെങ്കിൽ ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പഴയ ഒരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് പഴകിയതാണെന്നുണ്ടെങ്കിലും 2-3 പ്രാവശ്യം ചിലപ്പോൾ ഒന്ന് ചെയ്യേണ്ടി വന്നേക്കാം. എന്നാലും പെട്ടെന്ന് അത് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ആക്കുക ഈ ഒരു ഭാഗം ഞാൻ ശ്രദ്ധിക്കാറില്ലായിരുന്നു. അന്നേരം നന്നായിട്ട് ആ ബ്രഷ് എടുത്ത് നന്നായി ഒന്ന് ഒരുപാട് അങ്ങ് തേക്കണ്ട, എന്നാലും ബ്രഷ് ആകുമ്പോൾ മൈൽഡായിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇതാണ് നന്നായിട്ട് അഴുക്കുണ്ടായിരുന്നു ഇതിൽ. എന്നിട്ട് നമുക്ക് തുണി കൊണ്ടൊന്ന് തുടച്ച് കൊടുക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ആ അഴുക്ക് പിന്നെ അവിടെ ഇരിക്കും. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതെ നനഞ്ഞ തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ച് കൊടുത്താൽ മതി. നല്ല ക്ലീൻ ആവും അത്. ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നേരത്തെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇതാ കണ്ടോ, ഇപ്പം നന്നായിട്ട് അഴുക്കൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരമാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.